हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് 75ഉം 76ഉം ശ്ലോകം എടുക്കാം. സദ്ഗതി സത്കൃതി സത്ത സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസസ്സു യാമുന ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ നല ദർപ്പഃ ദർപ്പദോ ദൃപ്തോ ദുർധരോ അധപരാജിത. ദുർധരോധ അപരാജിത എന്നാണ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ നാമം ആദ്യം എടുക്കാൻ പോകുന്നത് 701 ശ്ലോകം. നാമം നമ്പർ 701. സത്ത. സത്ത എന്ന് വെച്ചാൽ സത്തുള്ളത്, നല്ലവൻ, ദ ബെസ്റ്റ്, എസൻസ് എന്നൊക്കെ പറയില്ലേ, നല്ലവൻ. അനുഭൂതിയിൽ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ സൃഷ്ടിജാലങ്ങളെയും ഒന്നായി തോന്നുന്നതാണ് സത്ത. ഒന്നായ ഭാവം എല്ലാവരിലും ഉണ്ടാകുക, സമഭാവം, സദ്ഭാവം എന്നൊക്കെ പറയുന്നത് സത്ത. സദ്ഭാവം എന്ന് പറയുന്നത് തന്നെയാണ് സത്ത, മീൻസ് നല്ലത്. സദ്ഭാവം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സത്ത എന്ന് പറയുന്നത്, സദ്ഭാവം. എല്ലാവരിലും അനുഭൂതിയിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുക. സാധാരണക്കാർ, നമ്മളെപ്പോലെ ഉള്ള ആത്മികൾ ലോകത്തിനെ കാണുന്നത് ഭിന്ന ഭാവത്തിലാണ്. അതും ഓരോരോ തലങ്ങളിൽ, വ്യത്യസ്തമായ തലങ്ങളിൽ, വ്യത്യസ്തമായ ഭിന്നമായ രീതിയിലാണ് നമ്മൾ എല്ലാ വ്യക്തികളെയും ചുറ്റുപാടുകളെയൊക്കെ കാണുന്നത്. വളരെ ഭിന്ന ഭിന്ന ഭാവത്തിലാണ്. അതും പല തലങ്ങളിലായിട്ടാണ്, വേരിയസ് ലെയേഴ്സ്. മനസ്സിലായില്ലേ? സജാതീയ വിജാതീയ ആയിട്ട് കാണുന്നു. സജാതീയം വിജാതീയം, നമ്മളുടെ ജാതിയിൽപ്പെട്ടവർ, നമ്മളുടെ ജാതിയിൽപ്പെടാത്തവർ, അസ്മാദികൾ തസ്മാദികൾ, നമ്മൾ അവർ. ഈ ഭാവത്തോടു കൂട്ടാണ് നമ്മളെല്ലാം കാണുന്നത്, അല്ലേ? ആലോചിച്ചു ആണോ അല്ലയോ? സജാതീയം വിജാതീയം, അസ്മാദീസ് തസ്മാദീസ്, നമ്മൾ നിങ്ങൾ, വേറെ വേറെ, അത് വേറെ ഇത് വേറെ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിനെ ആദ്യം തന്നെ രണ്ടായിട്ട് അങ്ങോട്ട് ഭാഗിക്കും. ഒരു 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 മെത്തഡോളജിയിൽ ജീവനുള്ള വസ്തുക്കളെല്ലാം ഒരു ഭാഗവും ജീവനില്ലാത്തതിനൊക്കെ ഒരു ഭാഗവും. അപ്പോൾ നമ്മൾ ജീവനുള്ളതിനല്ലേ വിടുക, ഇങ്ങനെയാണല്ലോ വെപ്പ്. അപ്പോൾ എന്താ, ഈ ചേതനം ഒരു ഭാഗം, അചേതന വസ്തുക്കൾ വേറൊരു ഭാഗം. ചേതനകളൊക്കെ അസ്മാദികൾ, അചേതനകളൊക്കെ തസ്മാദികൾ. ചേതനകളൊക്കെ സജാതീയം, അചേതന വസ്തുക്കളൊക്കെ വിജാതീയം. വളരെ ബ്രോഡായിട്ട് പറഞ്ഞു. ഇതൊരു വിശാല മനസ്കഥയല്ലേ?
എല്ലാ ചേതന വസ്തുക്കളും നമ്മളാണ്, അതെല്ലാം ഒന്നാണ് എന്ന് നമ്മളുടെ മനസ്സിൽ തോന്നും. എപ്പോൾ? ആ ചേതനയെ നമ്മൾ അചേതനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അചേതനയെല്ലാം വേറെ, ചേതന എല്ലാം ഒന്ന്. ഇനി അതൊന്നും ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങുക. ചേതന വസ്തുക്കളിൽ എന്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളുണ്ട്? മനുഷ്യരുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്, സസ്യലതാദികളുണ്ട്. ഇതൊക്കെ ചേതന വസ്തുക്കളാണ്. മറ്റൊക്കെ അചേതനം. കല്ല്, പാറ, മണല്, മണ്ണ്, മട്ടി എന്നൊക്കെ പറഞ്ഞതൊക്കെ വേറെ. അപ്പോൾ ഈ മനുഷ്യർ, പക്ഷിമൃഗം, സസ്യലതാദികൾ ഇതെല്ലാം ചേതന. ഇതേവരെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ചേതന അസ്മാദി, അചേതന തസ്മാദി. അപ്പം ഇങ്ങനൊരു ഡിവിഷൻ വന്നപ്പോൾ മനുഷ്യർ വേറെ, പക്ഷിമൃഗാദികൾ വേറെ, സസ്യലതാദികൾ വേറെ, 3 കാറ്റഗറിയായിട്ട് അവിടെ തിരിച്ചപ്പോൾ മനുഷ്യന്മാർ പറഞ്ഞു, മനുഷ്യന്മാർ എന്ന് പറയുന്നത് മാൻകൈൻഡ്, ഒരു കൈൻഡ്. ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം വേറെ വേറെ. ഇതൊക്കെ സജാതീയം, മറ്റതൊക്കെ വിജാതീയം. ഇതൊക്കെ അസ്മാദി, മറ്റതൊക്കെ തസ്മാദി. ഇതൊക്കെ നമ്മൾ, അതൊക്കെ അവർ. മനുഷ്യരെ പറഞ്ഞ് ഹ്യൂമൻ കൈൻഡ്. ആരെന്ന് വിചാരിച്ചേ? ദ റൂഫ് ആൻഡ് ക്രൗൺ ഓഫ് ക്രിയേഷൻ. മറ്റേതാര മൃഗങ്ങൾ, ആനിമലിസ്റ്റിക് ടെൻഡൻസീസ്, ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, മിനറൽ കിങ്ഡം. അതൊന്നും നമ്മളുടെ കയ്യിൽ പെട്ടതല്ല. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ഇതേവരെ മനുഷ്യനും പക്ഷിമൃഗാദികളും സസ്യലതാദികളും ചേതനമാണ് എന്ന് പറയുന്നവൻ ഇപ്പം ആ ചേതനയെ രണ്ടാമതും വീണ്ടും തിരിച്ചപ്പോൾ മനുഷ്യർ വേറെയായി, മനുഷ്യരൊക്കെ അസ്മാദികളായി, പക്ഷിമൃഗമൊക്കെ തസ്മാദിയായി. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ഈ പ്രോസസ്സിൽ ചെയ്യുന്നത്? വലിയൊരു ഭാഗത്തിനെ ചെറുതാക്കി കൊണ്ടുവരിക, മിനിസ്ക്യൂളായിട്ട് കൊണ്ടുവരിക. വിശാലതയല്ല പ്രകടിപ്പിക്കണം, സങ്കുചിതമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ചേതനത്തിൽ നിന്ന് മനുഷ്യർ, പക്ഷി, സസ്യ. പിന്നെ ഇനി മനുഷ്യരെന്നെ എടുത്തു നോക്കുക. എത്ര രീതി നമ്മൾ മനുഷ്യന്മാരെ വിഭജിക്കുന്നുണ്ട്. ജാതി, മതം, ധനം, അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ വിഭജിക്കില്ലേ? അയാളോ ബ്രാഹ്മണനാ, അയാളോ ക്ഷത്രിയനാ, അയാൾ ശൂദ്രൻ, മറ്റേത് വൈശ്യനാ, ബ്രാഹ്മണ കുലം, ക്ഷത്രിയ കുലം. എല്ലാ ബ്രാഹ്മണന്മാരും ഒക്കെ അസ്മാദികൾ, ബ്രാഹ്മണരല്ലാത്തവരൊക്കെ തസ്മാദികൾ. അവിടെ ഡിവൈഡ് ചെയ്തു. ധനം ഉള്ളവരൊക്കെ അസ്മാദികൾ, ധനം കയ്യിലില്ലാത്തവരൊക്കെ തസ്മാദികൾ. നല്ല തറവാട്ടിൽ നല്ല കുലത്തിൽ ജനിച്ചവരൊക്കെ ശ്രേഷ്ഠന്മാർ, ബാക്കിയുള്ളവരൊക്കെ അശ്രേഷ്ഠന്മാർ. അത് വേറെ, അത് തസ്മാദി, ഇത് അസ്മാദി. ഇത് സജാതീയം, അത് വിജാതീയം. അപ്പം മനുഷ്യരിൽ തന്നെ മാറ്റങ്ങൾ വന്നു. അങ്ങനെ എത്രയോ കാറ്റഗറീസ്. വർക്കേഴ്സ് ആൻഡ് നോൺ വർക്കേഴ്സ് എന്നിട്ട് പറയും നമ്മൾ വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്, ബ്രാഹ്മിൻസ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്, ക്ഷത്രിയാസ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്. മറ്റൊരു കാര്യം വേണ്ട, വർക്കേഴ്സിന് മാത്രം യുണൈറ്റ് ചെയ്യാൻ മതി, വേറെ ആരും യുണൈറ്റ് ആവണ്ട. മുതലാളിമാർ യുണൈറ്റ് ആവണ്ട, ഇടത്തരക്കാർ യുണൈറ്റ് ആവണ്ട. വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്, ബ്രാഹ്മിൻസ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്, ക്ഷത്രിയാസ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്, റിച്ച് പീപ്പിൾ ഓഫ് ദ വേൾഡ് യുണൈറ്റ്, ഓൾ പൂർ പീപ്പിൾ പ്ലീസ് യുണൈറ്റ്. എത്ര സജാതീയം, എത്ര വിജാതീയമായി നോക്കൂ. ഇനിയിപ്പോൾ അഥവാ പക്ഷിമൃഗാദികളിൽ ഇങ്ങനെ ഒരു വകഭേദം ഉണ്ടായെന്ന് വിചാരിക്കുക. അവർ പറയും എല്ലാ നാൽക്കാലികളും ഒരു കാറ്റഗറി, പശു, പട്ടി, ആന ഇതൊക്കെ ഒറ്റ കാറ്റഗറി, അതൊക്കെ സജാതീയം. പിന്നെ ആരാ വിജാതീയം? അത് ഈ പക്ഷി, നാൽക്കാലി ഇല്ലാത്തവർ, ഉരകം, പാമ്പ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ. ഞങ്ങളൊക്കെ നാൽക്കാലികളാണ്, ഡിഗ്നിഫൈഡ് 4-legged പീപ്പിൾ. ഞങ്ങളുടെ നാൽക്കാലി വർഗത്തിലൊന്നും ഈ പാമ്പിനെയും എന്താ പറയുക പക്ഷിയൊന്നും പെടുത്താൻ പറ്റില്ല. ഒന്നും പറ്റില്ല.
ഇഴവസ്തുക്കളൊന്നും ഇതിൽ പെടുത്താൻ പറ്റില്ല. എറുമ്പ്, കൂറ, ഇതൊന്നും പറ്റില്ല. അതൊക്കെ തസ്മാതി. അസ്മാതി ആരാ? ഞങ്ങൾ. ആന 4 കാല്, പശു 4 കാല്, പട്ടി 4 കാല്, ആ കാറ്റഗറിയൊക്കെ യെസ് അവേഴ്സ്. സസ്യലതാദികളിൽ ഇനി പെടുത്താൽ ചില വലിയ മരങ്ങൾ, ആല്, പേരാല്, ഇങ്ങനെയുള്ള വലിയ വലിയ മരങ്ങൾ, അതൊരു കാറ്റഗറി. ബാനിയൻ ട്രീ, ബിഗ് ട്രീസ്, ദ ബിഗ് വിഗ് എന്നൊക്കെ പറയില്ലേ. പിന്നെ ചെറിയ തൊട്ടവാടികളോ പുൽക്കൊടികളോ, അതൊക്കെ എന്ത്, അവരൊക്കെ കണക്കിലെടുക്കാൻ പറ്റും. അതൊക്കെ തസ്മാദികൾ. ഇതേവരെ ഇന്നലെ വരെ ഇവരൊക്കെ ഒന്നിച്ചു നിന്നതാ. ഒരു തരംതിരിവ് വന്നപ്പോൾ അത് അസ്മാദിയായി, തസ്മാദിയായി. അങ്ങനെ മേപ്പെട്ട് പോയിട്ട് യോജിക്കല്ല, താഴേക്ക് ഇറങ്ങി വന്ന് യോജിക്കുക നമ്മൾ. ഇതെല്ലാം ഭഗവാന്റെ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് മേപ്പോട്ട് യോജിക്കാനല്ല നമ്മുടെ ശ്രദ്ധ. ഭഗവാന്റെ സൃഷ്ടി ഒന്നാണ്, അതിൽ 2 വേർതിരിവ്, ചേതന അചേതന. ചേതനയിൽ മനുഷ്യരെ, പക്ഷി മൃഗാദികൾ, സസ്യലതാദികൾ. മനുഷ്യരിൽ പിന്നെയും വിഭജിക്കാം. ജാതിമതഭേദം, ധനം, ബ്രാഹ്മണൻ, വർക്കേഴ്സ്, ക്ഷത്രിയൻ, ശൂദ്രൻ, അതും വർണ്ണിച്ചു. പിന്നീട് താഴത്തേക്ക് ഇറങ്ങി, തലമുടിയുള്ളവർ, തലമുടി ഇല്ലാത്തവർ, ഇല്ലേ? ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ യോജിക്കാൻ നമുക്ക്. അംഗവൈകല്യങ്ങളുള്ളവർ, അംഗവൈകല്യങ്ങൾ ഇല്ലാത്തവർ, ഇതൊക്കെ സജാതീയം, അതൊക്കെ അജാതീയം. നോക്കൂ, എത്ര 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 കണ്ട് നമ്മൾ ആ സത്ത എന്നുള്ള വാക്കിൽ നിന്ന് അതപ്പതിച്ച് താഴത്തേക്ക് എത്തി. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ വക ഒന്നുമില്ല എന്നർത്ഥം. അംഗവൈകല്യമുള്ളവനായാലും ശരി, ആനയായാലും ശരി, പട്ടിയായാലും ശരി, പൂച്ചയായാലും ശരി, എല്ലാം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ വകഭേദങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ സത്ത, ഭാവഭേദമില്ലാത്തവൻ. എന്താ കാരണം? ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഛാന്തോക്യോപനിഷത്ത്. ഏകം ഏവം അദ്വിതീയം ബ്രഹ്മ. 2 എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല അവിടെ. ഭഗവാന്റെ സൃഷ്ടി എല്ലാ സൃഷ്ടികൾ തന്നെ. ദാറ്റ്സ് ഓൾ, ഫുൾ സ്റ്റോപ്പ്. മനസ്സിലാവുന്നുണ്ട്? അതാണ് സത്ത. ഈ സദ്ഭൂതി, അടുത്ത നാമം 702. സദ്ഭൂതി എന്ന് പറഞ്ഞാൽ ബോധസ്വരൂപനായി ശോഭിക്കുന്ന സമ്പത്ത്. സദ്ഭൂതി, ഭൂതി മീൻസ് മാനിഫെസ്റ്റേഷൻ, സമ്പത്ത്. ഒരു ഉപാധിയും കൂടാതെ സ്വയം നിലനിൽക്കുന്നവൻ അർത്ഥം സദ്ഭൂതി. ആരും പിന്നാർത്തിന് താങ്ങാനില്ല, ആരും താങ്ങണ്ട. തെങ്ങ് കയറാമെന്ന് എനിക്കറിയോ എന്ന് ചോദിച്ചത് ഒരാൾ. ഞാൻ കയറാം. എങ്ങനെയാണ് കയറുക? അത് പിന്നാമ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ മേപ്പെട്ട് തള്ളി തന്നാൽ ഞാൻ അങ്ങനെ കയറിക്കൊള്ളാമെന്ന്. പിന്നാമ്പുറത്തുനിന്ന് തള്ളാൻ ആൾക്ക് കയറിക്കൂടെ? അപ്പോൾ അയാൾക്കൊരു ഉപാധി വേണം. തെങ്ങിൻ്റെ മുകളിൽ കയറണമെങ്കിൽ അടിയിൽ നിന്ന് ഒരാൾ താങ്ങി കൊടുക്കണം, എന്നാലേ അയാൾക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾ തളപ്പിടണം, എന്തെങ്കിലും ഒരു ഉപാധി വേണം അയാൾക്ക്. ഭഗവാന്റെ നിലനിൽപ്പിന് ഒരു ഉപാധിയും വേണ്ട, ഭഗവാന്റെ സൃഷ്ടിക്ക് വേറെ ഒരു ഉപാധിയും വേണ്ട. എല്ലാം അദ്ദേഹത്തിൻ്റെ ഹോം മെയ്ഡ് ആർട്ടിക്കിൾസ്. എവിടുന്ന് പാണ്ഡ്യയിൽ പോയിട്ട് സാധനം മേടിച്ചുകൊണ്ടിരുന്ന ഭഗവാന്റെ സൃഷ്ടിക്ക് എല്ലാ അടുക്കളയിലുണ്ട്. സെൽഫ് മെയ്ഡ്, ഹോം മെയ്ഡ്. മനസ്സിലായോ? അപ്പോൾ സദ്ഭൂതി എന്ന് വെച്ചാൽ നല്ല വിഭൂതികളുള്ളവൻ, സമൃദ്ധിയായ ഭൂതിയുള്ളവൻ എന്നർത്ഥം. വളരെ സമൃദ്ധമായിട്ടുള്ള ഭൂതിയുള്ളവൻ. മനസ്സിലായോ? സത്പരായണ, അടുത്ത നാമം സത്പരായണ. സത്തുക്കൾക്ക് പരമമായ അയനം. അയനം ഈസ് ഗോൾ. രാമായണം, രാമൻ്റെ ഗോൾ. അപ്പോൾ സത്തുക്കൾക്ക് പരമമായ അയനം സത്പരായണം, പ്രാപ്യസ്ഥാനം എന്നർത്ഥം. ആർക്ക്? തത്വദർശികൾക്ക്, യോഗികൾക്ക്, സന്യാസിവര്യന്മാർക്ക്. ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കി ആ രഹസ്യം, ഭഗവത് രഹസ്യം മനസ്സിലാക്കിയ ആൾക്കാർ, അവർക്കൊക്കെ ആരാ? സത്പരായണ. അതായത് ഈശ്വരൻ ഉണ്ടെന്നും ഈശ്വര സാന്നിധ്യം ഉണ്ടെന്നും ആ ഈശ്വര ചൈതന്യമാണ് ഈ പ്രപഞ്ചം എന്നും അതിനാൽ നാനാത്വം ഇല്ല എന്നും
ഏകത്വം മാത്രമേ ഉള്ളൂ എന്നും ഉള്ള ഭാവന മനസ്സിൽ ഉറച്ചവൻ. ഭാവം സമഭാവമാണ്. വ്യത്യസ്തമായ ഒരു സജാതീയ വിജാതീയ ബോധമില്ല, അസ്മാദി തസ്മാദി ഇല്ല. ആ ഭേദമാണ് ലോകത്തിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ. ആ ഭേദമില്ലാത്തവന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം ഒരേ ചൈതന്യത്തിൽ നിന്നുണ്ടായതാണ് എന്ന് വിചാരിക്കുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്കാണ്, അങ്ങനെ ഭാവിക്കുന്നവർക്കാണ് ഭഗവാൻ ആരാണ്? സത്പരായണ, ഗമ്യസ്ഥാനം, പ്രാപ്യസ്ഥാനം. നാനാത്വം കാണാനേ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മറ്റേ എന്താ പറയുക, 5-ാം അധ്യായത്തിൽ ഭഗവാൻ വളരെ 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 വ്യക്തമായിട്ട് പറയും ഒരു ജ്ഞാനി എങ്ങനെയാണ് ലോകത്തിനെ കാണുന്നതെന്ന് വെച്ചാൽ, ബ്രഹ്മത്തിനെ അറിഞ്ഞ് ബ്രഹ്മം എന്താണ് എന്ന് മനസ്സിലാക്കി സാക്ഷാത്കരിക്കൊന്നും വേണ്ട. എന്താണ് ബ്രഹ്മം? ആ ചൈതന്യം നമ്മുടെ മനസ്സിൽ ഉണ്ട്. ഹൃദയശേ അർജുന തിഷ്ഠതി. അത് പുസ്തകത്തിൽ വായിച്ചുകൊണ്ടായില്ല, അത് മസ്തകത്തിലേക്ക് എത്തണം. പുസ്തകത്തിൽ നിന്ന് മസ്തകത്തിലേക്ക് എത്തണം. തലയിലെത്തിയിട്ട് അവിടുന്ന് അത് വർക്ക് ചെയ്യണം. ആ ബുദ്ധി എന്നിട്ട് നമ്മുടെ മനസ്സിൽ കൂടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് അതിൽ നിന്ന് പമ്പ് ചെയ്യണ ഓരോ തുള്ളി രക്തത്തിലും ആ ചിന്ത വേണം. ഭഗവാന്റെ ശക്തിയാണ് ഈ കാണിക്കുന്നതെല്ലാം എന്നുള്ളൊരു ഭാവം മനസ്സിലുള്ളവൻ സജാതീയ വിജാതീയ ഭേദം ഉണ്ടാവില്ല അവന്. അതാണ് 5-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീ ചൈവശ്വപാകേശ പണ്ഡിത സമദർശിന. വിദ്യാവിനയ സമ്പന്നേ, വിദ്യ സമ്പാദിച്ച് വിനയം കൈവരിച്ചിട്ടുള്ള ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണന് ഗവി, പയ്യ്, പശു. അപ്പോൾ വിദ്യാവിനയനായിട്ടുള്ള ബ്രാഹ്മണന് ഗവി, പശുവിനെ, ഹസ്തിനി, ആനയെ, വിദ്യാവിനയ സമ്പന്ന ബ്രാഹ്മണേ ഗവിഹസ്തിനി, ശുനീചൈവ, നായ, ശ്വപാകേജ, നായ തിന്നുന്നവൻ, ചണ്ടാളൻ, പണ്ഡിത സമദർശിന. ഈ 5 പേരെയും ഒരു പണ്ഡിതൻ എന്ന് പറയുന്നവൻ ഒരു അറിവുള്ളവൻ. പണ്ഡിതൻ മീൻസ് അറിവുള്ളവൻ. പണ്ട അറിവുള്ളവൻ. എന്തറിവുള്ളവൻ? ജോഗ്രഫി ഹിസ്റ്ററി അല്ല, ബ്രഹ്മജ്ഞാനം അറിയുന്നവൻ. ബ്രഹ്മം എന്നുള്ളതിൻ്റെ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാകുന്നവൻ. ബ്രഹ്മം സാക്ഷാത്കരിച്ചവൻ ആവശ്യമില്ല. ബ്രഹ്മം എന്താണെന്ന് മനസ്സിലായാൽ മതി നമുക്ക്. സാക്ഷാത്കരിക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ആദ്യം തന്നെ അറിയണ്ടേ. അറിയേണ്ട പൊട്ടക്കിണറ്റിലേക്ക് ചാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പൊട്ടക്കിണറാണോ ഇത് കിണറാണോ നോക്കിയിട്ട് വേണ്ട ചാടാൻ. അപ്പോൾ അവരെ അറിവ് മാത്രം മതി. അത് ഇതാണ്, ഇങ്ങോട്ട് ചാടിക്കൊണ്ട് കുഴപ്പമില്ല, ഇത് പൊട്ടക്കിണറല്ല എന്നുള്ളൊരു ഭഗവാന്റെ ചൈതന്യം, സ്പന്ദനം എൻ്റെ ഹൃദയത്തിൽ തുടിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം. ആ സ്പന്ദനത്തിൻ്റെ മുകളിലാണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നതും എന്നൊരു ഉറച്ച വിശ്വാസമുള്ളവനാണ് പണ്ഡിതൻ. ആ പണ്ഡിതൻ എങ്ങനെയാണ്? എന്താണ്? സമദർശിന. ഈ കാണുന്നവർ, ഈ പറഞ്ഞവരെയൊക്കെ സമദർശന. ആരൊക്കെയാ? വിദ്യാവിനയ സമ്പന്ന ബ്രാഹ്മണേ ഗവി, ബ്രാഹ്മണനെ, ഒരു ആനയെ, ഒരു പശുവിനെ, ഒരു നായെ, ഒരു പയ്യനെ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ ഇരുക്കാലി, നാൽക്കാലി, മുക്കാലി എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ ഇവയൊന്നുമില്ല. എല്ലാവരും എന്താ കാണുന്നത്? എങ്ങനെയാണ് കാണുന്നത്? സമദർശിന. വിദ്യാവിനയമാർന്നുള്ള എന്തൊരു തർജ്ജമ തമ്പുരാൻ്റെ. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീ ചൈവ ശ്വപാകേശ പണ്ഡിത സമദർശിന. വിദ്യാവിനയമാർന്നുള്ള വിപ്രനിൽ, പയ്യിൽ, ആനയിൽ, നായയിൽ, പറയനിൽ പോലും സമദർശികൾ പണ്ഡിതർ. കാണാപ്പാടം പഠിക്കേണ്ടതല്ലേ ഈ തർജ്ജമ.
മൂലം വിട്ടാലും വിരോധമില്ല. അല്ലേ? വിദ്യാവിനയമാർന്നുള്ള വിപ്രനിൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബ്രാഹ്മണൻ വിപ്രനിൽ പയ്യിൽ ഗവി, ആനയിൽ ഹസ്തിന, നായയിൽ ശുനി ച ഏവ, പറയനിൽ പോലും ശൊവാകേശ, ചണ്ടാളനിൽ പോലും പണ്ഡിത സമദർശിന, സമദർശികൾ പണ്ഡിതർ. വ്യാസൻ വാക്കൊക്കെ തൂക്കം വെച്ചിട്ട് ഉപയോഗിക്കുള്ളൂ. പണ്ഡിത സമദർശിന, സമവർത്തിന എന്ന് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കോ? പണ്ഡിത സമദർശിന, എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടിൽ കാണുന്നർത്ഥം. എല്ലാവരോടും ഒരേപോലെ പ്രവർത്തിക്കില്ല. അത് പണ്ഡിതനല്ല അങ്ങനെ പ്രവർത്തിക്കുക. ആനയെ കണ്ടാലും പട്ടിയെ കണ്ടാലും ഒരേപോലെ പ്രവർത്തിക്കുന്നത് പണ്ഡിതനല്ല. പക്ഷെ ആനയെ കണ്ടാലും പട്ടിയെ കണ്ടാലും ഒരേ ഭാവം മനസ്സിൽ വയ്ക്കാം. ഭാവം അതിൻ്റെ ഉള്ളിലും ഭഗവാൻ, എൻ്റെ ഉള്ളിലും ഭഗവാൻ. അയ്യപ്പത്തിന്തകത്വവും സ്വാമിത്തിന്തകത്വവും. നായയുടെ ഉള്ളിലും ഭഗവാൻ, അയ്യപ്പൻ്റെ ഉള്ളിലും സ്വാമി, പട്ടിയുടെ ഉള്ളിലും സ്വാമി. പറയൻ്റെ ഉള്ളിലും ഭഗവാൻ, ബ്രാഹ്മണൻ്റെ ഉള്ളിലും ഭഗവാൻ. സ്വാമിത്തിന്തകത്വവും. സ്വാമി എൻ്റെ അകത്ത്, അയ്യപ്പൻ നിൻ്റെ അകത്ത്. ബ്രാഹ്മണൻ്റെ അകത്ത് അയ്യപ്പൻ, പറയൻ്റെ അകത്ത് സ്വാമി. നായയുടെ അകത്ത് ബ്രഹ്മൻ, നായ തിന്നുന്നവൻ്റെ അകത്ത് ബ്രഹ്മൻ. പശുവിൻ്റെ അകത്ത് ബ്രഹ്മൻ, ആനയുടെ അകത്ത് ബ്രഹ്മൻ. സെയിം. അതാണ് ഭാവം. ആ ഭാവം വെച്ചിട്ടാണ് അവരെ കാണുക. പ്രവൃത്തി വ്യത്യാസം ഉണ്ടാവും. കാരണം ഓരോരുത്തരോടും ഓരോ രീതിയിൽ പ്രവർത്തിച്ചില്ലേ ബുദ്ധിമുട്ടാണ്. വീട്ടിലിപ്പോൾ ഭാര്യ ഉണ്ടാവും, പെങ്ങളും ഉണ്ടാവും. ഒരു കുടുംബത്തിൽ ഭാര്യയും പെങ്ങളെയും രണ്ടുപേരെയും ഒരേപോലെ നോക്കണം. അതാണ് ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മം. ഒരു ജ്യേഷ്ഠൻ്റെയും ഒരു ഭർത്താവിൻ്റെയും ധർമ്മം അതാണ്. അങ്ങനെ ഭാര്യയും സഹോദരിയും ഒരേപോലെ കാണണം. ദാറ്റ്സ് ഓൾ. പ്രവർത്തിക്കല്ല. ഭാര്യയോടും പെങ്ങളോടും ഒരേപോലെ പ്രവർത്തിച്ചാൽ അടുത്ത പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് പോകേണ്ടി വരും. മനസ്സിലായി? അതുകൊണ്ട് സമവർത്തിന എന്നല്ല വ്യാസൻ്റെ പ്രയോഗം അവിടെ. പണ്ഡിത സമദർശിന. എത്ര സ്പഷ്ടമായിട്ടാണ് പറഞ്ഞിരിക്കണം നോക്കുക വാക്കുകളൊക്കെ. എന്താ വാക്കിൻ്റെയൊക്കെ വെയിറ്റ് അവിടെ? പണ്ഡിത സമദർശിന. അങ്ങനെ കാണുന്നവർക്കാണ് ഭഗവാൻ സത്പരായണ. അങ്ങനെയുള്ളവർക്കാണ് പരായണ. മറ്റുള്ളവർക്ക് അതല്ല ഗോള്. മറ്റുള്ളവരുടെ ഗോള് വേറെ, ലക്ഷ്യം വേറെയാണ്. ഇതിനെല്ലാം സജാതീയവും വിജാതീയവുമായിട്ട് കാണണം. അവരവരെ, നമ്മൾ. അതത് ഇത് ഇത് റേ. അങ്ങനെ കാണുന്നവർക്ക് പറ്റില്ല. എല്ലാം ഒരേ ഭാവത്തിൽ, പ്രവൃത്തി വ്യത്യാസം ഉണ്ടായിരിക്കാം. എല്ലാറ്റിനും ഒരേ ഭാവമായിട്ട് കാണുന്നവൻ സദ്ഭാവം ആണ് സത്പരായണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഓക്കെ. അടുത്ത നാമം 704 ശൂരസേന. ശൗര്യവീര്യപരാക്രമമുള്ള സേനയോടുകൂടിയുള്ളവൻ അർത്ഥം. ശൂരസേന, നല്ല ശൂരന്മാരുള്ള സേന. നാരായണ സൈന്യം എന്നൊക്കെ പറയില്ലേ ഭഗവാന്റെ? ബറ്റാലിയൻ, നാരായണ ബറ്റാലിയൻ നമ്മൾ പറയില്ലേ, മദ്രാസ് ബറ്റാലിയൻ, പഞ്ചാബ് ബറ്റാലിയൻ എന്നൊക്കെ. അന്നത്തെ കാലത്ത് അതായിരുന്നു നാരായണ ബറ്റാലിയൻ. ദ ബെസ്റ്റ് ശൂരസേനാണ്. അതാണല്ലോ ആ ദുര്യോധനൻ ചെലുത്താൻ അത് മതി എന്ന് പറഞ്ഞേ. എനിക്ക് സൈന്യം മതി, എനിക്ക് ഭഗവാനൊന്നും വേണ്ട. പക്ഷെ ദിഗ്ബലം, ക്ഷത്രിയബലം, ബ്രഹ്മ തേജോബലം എന്നാ പൊട്ടൻ അറിഞ്ഞില്ല. ക്ഷത്രിയബലം മതി അവന്, സൈന്യത്തിൻ്റെ ബലം മതി. തേജോബലം വേണ്ട, ബ്രഹ്മബലം വേണ്ട. അത് ഭഗവാനാണ്. അത് അർജുനൻ കൊണ്ടുപോയി. അർഹതയുള്ളല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് നാരായണ സൈന്യം എന്ന് പറഞ്ഞാൽ ശൂരസേനയാണെന്ന് അർത്ഥം. വിഷ്ണുവിൻ്റെ സൈന്യമാണ് നാരായണ സൈന്യം. അത് അവതാരമുള്ളിടത്തേക്കൊക്കെ കൊണ്ടു നടക്കും. ആ ബറ്റാലിയൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പരിവാരങ്ങൾ ഇല്ലേ. അപ്പോൾ പ്രസിഡൻ്റൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നാലെ എത്ര ആൾക്കാരുണ്ടാവും. പ്രൈം മിനിസ്റ്ററൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ ഒരു കംപ്ലീറ്റ് ഒരു കിച്ചൺ സെറ്റപ്പ്, ലോണ്ടറി സെറ്റപ്പ്, മറ്റുള്ള അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ്, പത്രവാർത്തകൾ, ന്യൂസ്, അവർ എന്തെല്ലാം ആൾക്കാർ പിന്നാലെ ഉണ്ടാവും. സെക്യൂരിറ്റി ഗാർഡ്സ് ഇല്ലേ, അതൊക്കെ ആ ഫ്ലൈറ്റിലുണ്ടാവും.
അതുപോലെ ഭഗവാൻ അവതാരം എടുത്ത് വരാമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഓരോരോ രൂപത്തിൽ ഇങ്ങോട്ട് വരും ഭഗവാനെ സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട്. ഓരോ അവതാരത്തിലും കാണാം നമുക്ക്. രാമാവതാരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സേന ആരുടെ കയ്യിലാണ്? ഹനുമാൻ, അംഗദൻ, സുഗ്രീവൻ, അങ്ങനെയുള്ള ബലവാന്മാരുടെ കയ്യിലാണ്. ജാമ്പുവാൻ, ഇവരൊക്കെയാണ് സൈന്യത്തിൻ്റെ നേതാക്കൾ. ഓരോരുത്തരുടെ കപ്പാസിറ്റി ആലോചിച്ച് നോക്കൂ. രാമായണം വായിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ശൂരവീരന്മാരടങ്ങിയിട്ടുള്ള പടയായിരുന്നു. ഏതിനും ജാമ്പവാൻ നേതാ ഊർജിതൻ ബാലിപുത്രനും ഹനുമാൻ അമരത്തിനും മറിച്ചാവില്ലതിൻ ഗതി. ഏതിനും ജാമ്പവാൻ നേതാവ്, ലീഡറായിട്ട് അങ്ങനെ നിൽക്കും ജാമ്പവാൻ. ഒരു പേടിയില്ല ഒന്നിനും. ആരാച്ചാ വരട്ടെ, പ്രായമായിന്നുള്ളൂ, സീനിയർ സിറ്റിസനാന്നുള്ളൂ, സാരില്ല, പല്ലോണ്ടല്ലോ യുദ്ധം ചെയ്യണം അല്ലേ. അപ്പോൾ ഏതിനും ജാമ്പവാൻ നേതാവ് ഊർജിതൻ ബാലിപുത്രനും അംഗദൻ, വളരെ ഊർജിത, യങ് ആൻഡ് എനർജറ്റിക്. ഹനുമാൻ അമരത്തിനും എന്ത് വന്നാലും കൊള്ളാം, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. ഇപ്പുറത്ത് ഞാൻ ഉണ്ട് അവിടെ, ടഗോറിൻ്റെ എന്താ പറയുക ആങ്കറാണ്. ഹനുമാൻ അമരത്തിനും പിന്നെ പോരെ മറിച്ചാവില്ലതിൻ ഗതി. ആ സേനയുടെ ഗതി എന്താവും? സക്സസ് അല്ലാണ്ട് എന്താവുക ചോദിക്കുകയാണ് വാൽമീകി. അതുപോലെ കൃഷ്ണാവതാരത്തിലും ആരൊക്കെയായിരുന്നു പടയാളികൾ? ഭഗവാന്റെ നാരായണ സൈന്യത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ: സാത്വികി, അനിരുദ്ധൻ, പ്രത്യുത്മൻ, ബലരാമൻ എന്നിവരടങ്ങിയിട്ടുള്ള യദുവീരന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ പടം മുഴുവൻ. അപ്പോൾ അതാത് സമയത്ത് അതാത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പടയാളികൾ ഉള്ള സേനയാണ് നാരായണ സൈന്യം. ഓരോരോ അവതാരത്തിലും ഓരോരോ പുരുഷന്മാർ, ഓരോരോ മഹാവ്യക്തികൾ അതിൻ്റെ എന്താ പറയുക തലപ്പത്തിരിക്കാനും അത് സംരക്ഷിച്ചു പോരാനും അതിനെ ആക്കം കൂട്ടാനും ഓരോരുത്തരും ഇങ്ങനെ രാമാവതാരത്തിൽ കുറേ ആൾക്കാർ വന്നു, കൃഷ്ണാവതാരത്തിൽ കുറേ ആൾക്കാർ വന്നു. അതിങ്ങനെ ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ശൂരസേന, ശൂരത്വമുള്ള സേന. അടുത്ത നാമം 705 യദുശ്രേഷ്ഠ. യദുക്കളിൽ ശ്രേഷ്ഠനായവൻ, ഒരു സിമ്പിൾ നാമം. ജയാതി വംശത്തിൽ യദുവിൻ്റെ തലമുറയായിട്ട് ജനിച്ചതിനാൽ ശ്രീകൃഷ്ണനെ യദുശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. ആ യദു കുലത്തിൽ വെച്ചിട്ട് ശ്രേഷ്ഠൻ. ഒരേ ഒരു അവതാരമാണ്, ഒറ്റ IAS കാരനാ ഫാമിലിയിൽ, യദു ഫാമിലിയിൽ. ദി വൺ ആൻഡ് ദി ഓൺലി IAS മാൻ. അപ്പോൾ ശ്രേഷ്ഠൻ എന്ന് പറയുന്നു അല്ലേ. ഏതെങ്കിലും നമ്മൾ തന്നെ ഒരു ഫാമിലിയിൽ ഒരു ശ്രേഷ്ഠനായിട്ടൊരാളുണ്ടെങ്കിൽ നമ്മൾ അങ്ങോരുടെ പേരെന്നെ പറഞ്ഞ് നടക്കില്ല. അങ്ങനെ എന്നെ ഈ കുടുംബത്തിൽ എന്നെ ആൾ ആരായിരുന്നു വിചാരിച്ച ഞങ്ങൾ ദി ഫസ്റ്റ് എന്താ പറയുക സബ്ജക്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറയും ചില ആൾക്കാർ അല്ലേ. അങ്ങനെ ഒരു പൊസിഷൻ ആദ്യമായിട്ട് കിട്ടുന്നവർ ആ തറവാട്ട് മഹിമ കൊണ്ട് നടക്കും, പിൻഗാമികളത് പറഞ്ഞു നടക്കും. അതുകൊണ്ട് ഭഗവാൻ ഈസ് ദി ഓൺലി അവതാർ. ഭഗവാന്റെ അവതാരം എടുത്തിട്ടുള്ള യദു കുലത്തിൽ ഒരാളാണ് ഭഗവാൻ. അപ്പോൾ യദു ശ്രേഷ്ഠൻ തന്നെയാണ് അദ്ദേഹം. വലിയ ആൾക്കാരുടെ പേര് പറയുന്നത് സ്വഭാവമല്ലേ. ചെറിയ പറയന്മാരും പറയില്ലേ ഞങ്ങളുടെ കുല ആരാന്നാ വിചാരിക്കണേ, ഹനുമാൻ. അതല്ല കുഞ്ചൻ പേര് പറഞ്ഞേ, പക്ഷീന്ദ്രനുണ്ടു ഗരുഡനെന്നോർത്തിട്ടു മക്ഷികക്കൂട്ടം മതിക്കും കണക്കിനെ ശ്രീരാമവംശൻ്റെ വംശേ പിറക്കയാൽ പാരം നിനക്കും അഹംഭാവം ഇങ്ങനെ. ഭീമൻ കല്യാണ സൗകര്യത്തിന് പോകുമ്പോൾ ഹനുമാൻ വേഷം മാറിയിട്ട് ചെറിയൊരു കൊരകനായിട്ട് നിൽക്കുമ്പോൾ ചോദിക്കണ ചോദ്യമാണത്. നീ വലിയ കാര്യം പറഞ്ഞു, ഞാൻ ഹനുമാൻ്റെ കുലത്തിലാണെന്ന്. ഹനുമാൻ എവിടെ, നീ എവിടെ ചോദിക്കില്ല. അതുപോലെ ആ കുടുംബ മഹിമയും തറവാട്ട് മഹിമയും ഒക്കെ പറയുന്നത് ഇന്നല്ല അന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് യദുശ്രേഷ്ഠ എന്ന് വരാൻ കാരണം.
മാത്രമല്ല ഭഗവാന് ഇതൊരു മടിയില്ല പറഞ്ഞു നടക്കാൻ. ഞാൻ എന്നെ തറവാട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു നടക്കാൻ ഒരു മടിയില്ല. വൃഷ്ണീനാം വാസുദേവോസ്മി എന്ന് പറയുന്നുണ്ട് ഭഗവാൻ 10-ാം അധ്യായത്തിൽ. വൃഷ്ണീനാം വാസുദേവോസ്മി, വിഷ്ണുകുലത്തിൽ ഞാൻ വാസുദേവനാണെടോ അർജുന. ഞങ്ങളുടെ കുലത്തിൽ വാസുദേവൻ എന്ന് പറഞ്ഞ ആൾ ഞാനാണ്. ഐ ആം ദ സുപ്രീം. മനസ്സിലായോ? അതാണ് യദുശ്രേഷ്ഠ എന്ന് പറയാൻ കാരണം. ഓക്കെ. ഇനി അടുത്ത നാമം സന്നിവാസ, 706. സന്നിവാസ എന്ന് വെച്ചാൽ സത്തുക്കൾക്കുള്ള ആശ്രയസ്ഥാനം, നല്ല ആളുകൾക്കുള്ള ആശൈലം, പരമാം ഗതി എന്നൊക്കെ പറയും, സദ്ഗതി. അന്ന് എല്ലാ യോഗികൾക്കുമുള്ള പ്രാപ്യസ്ഥാനം, ഗോൾ, ഡിസയർഡ് ഗോൾ. എല്ലാവർക്കും, എല്ലാ യോഗികൾക്കും. നമുക്ക് ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി നടക്കുന്നവരാ. അപ്പോൾ കുറച്ച് കിട്ടിയാൽ ഒരു +1, ആ +1 ഇങ്ങനെ കിട്ടിയാൽ പിന്നെ ഒരു +1. 10 കിട്ടുകിൽ 100, 100 കിട്ടിയാൽ 1000, 1000 കിട്ടിയാൽ 200. കൗൺസിലർ ആയാൽ MLA, MLA ആയാൽ MP ആയാൽ മിനിസ്റ്റർ ആയാൽ PM ആയ പ്രധാനമന്ത്രിയായ UN ജനറൽ സെക്രട്ടറി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും നമ്മൾ. മറ്റിതല്ല, ഇത് എന്താ പറയുക, യോഗികൾക്കെല്ലാം തന്നെ പ്രാപ്യസ്ഥാനം, ഒരേ ഒരു പ്രാപ്യസ്ഥാനം, സന്നിവാസ. നിവാസ, നല്ല നിവാസമായിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അവതാരകാലങ്ങളിൽ പോലും, അവതാരങ്ങളിലാണ് കൂടുതൽ സത്തുക്കൾക്ക് ആശ്രയമായവൻ എന്ന് പ്രത്യേകം വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അവതാര കാലത്താണ് ഭഗവാൻ ഈ നാമം പ്രകടമാക്കിയിട്ടുള്ളത്. എത്രയോ സത്തുക്കൾക്ക് ഭഗവാൻ ആശ്രയമായിരുന്നു ഓരോ അവതാരത്തിലും. ഭക്തപ്രഹ്ലാദന് വേണ്ടിയായിരുന്നു നരസിംഹാവതാരം. ദേവന്മാർക്ക് വേണ്ടി കൂർമാവതാരം എടുത്തു. വേദങ്ങൾ അല്ല, ഭൂമി കൊണ്ട് താഴത്തേക്ക് ഇറക്കിയപ്പോൾ. ഇന്ദ്രന് വേണ്ടിയിട്ട് വാമനാവതാരം എടുത്തു. ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ട് ശ്രീരാമാവതാരം ശ്രീകൃഷ്ണാവതാരം എടുത്തു, ധർമ്മം നിലനിർത്താൻ. ധർമ്മത്തിന് ചുരി വന്നപ്പോൾ യഥാ ഹി ധർമ്മസ്യ, ധർമ്മത്തിന് എപ്പോഴൊക്കെയോ കോട്ടം തട്ടുന്നു ഭാരത. ധർമ്മത്തിന് കോട്ടം തട്ടി 2 യുഗത്തിലും. നമ്മൾ നേരിട്ട് പോയി നടന്നില്ല, ഈ കാര്യം നടക്കില്ല, ഇത് റെപ്രസെൻറ്റേറ്റീവ്സിന് അയച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ തന്നെ ഇറങ്ങിപ്പോണം, മുമ്പ് ഇറങ്ങി വേല ചെയ്ത് സന്തോഷപ്പെടുത്തണം എന്ന് കോമരം കൽപ്പിക്കുന്നത് പോലെ ഭഗവാന് തോന്നി. അങ്ങനെ ആയാലേ പറ്റുള്ളൂ എന്ന്. മാത്രമല്ല, സപ്തഋഷികളൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു, ഭഗവാനെ നേരിട്ട് വന്നില്ലെങ്കിൽ കാര്യം നടക്കില്ല കേട്ടോ, പപ്പടം കൊണ്ട് ഓട്ടടയ്ക്കാൻ പറ്റില്ല, അപ്പുറത്ത് അത്ര കെമ്മര വന്നിരിക്കണം. അതെയോ, ശരി, നിങ്ങൾ പൊക്കോളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടാണ് പിന്നെ രാമാവതാരവും കൃഷ്ണാവതാരവും ഒക്കെ അതേപോലെ വന്നത്. അതൊക്കെ എന്തിനായിരുന്നു? ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരും യോഗികളും സന്യാസി വര്യന്മാരും ജീവിക്കാൻ വളരെ വളരെ കഷ്ടപ്പെട്ടിരുന്നു. ധർമ്മം വിടാനും നിവൃത്തിയില്ല, അവർക്ക് അവരുടെ കാര്യസിദ്ധി നടക്കുന്നുമില്ല. അങ്ങനെയുള്ളൊരു ധർമ്മസങ്കടത്തിലായിരുന്നു അവർ. അതിൽ നിന്ന് മോചനം വരുത്താനാണ് രാമാവതാരം കൃഷ്ണാവതാരമൊക്കെ വന്നത്. ശ്രീരാമനായിട്ട് സഖ്യം ചെയ്തതിന് ശേഷം സുഗ്രീവൻ ഭാര്യയെ പോരിന് വിളിക്കലോ, ഓർമ്മയില്ലേ കഥ? രാമൻ്റെ പിൻബലമുണ്ട്. ഒരു ട്രീറ്റി സൈൻ ചെയ്തു, രാമായൺ സുഗ്രീവ ട്രീറ്റി. ആ ധൈര്യം വെച്ചിട്ട് ഇസ്രായേലുണ്ട് നമുക്ക് സപ്പോർട്ട് എന്നുള്ള ധൈര്യം വെച്ചിട്ട് മറ്റവനെ അറ്റാക്ക് ചെയ്തു. അവരെ ബാലിയെ അറ്റാക്ക് ചെയ്തു. യുദ്ധത്തിന് വിളിച്ചപ്പോൾ തന്നെ മഹാപതിവ്രതയായിരിക്കുന്ന ചിരഞ്ജീവിയായിരിക്കുന്ന താര, മിസ്സസ് ബാലി മനസ്സിലായി ആരാ വിളിച്ചിരിക്കണമെന്ന്, ഭഗവാനാ വിളിച്ചിരിക്കണമെന്ന് മനസ്സിലായി. ആ താര
ആ സമയത്ത് ബാലിയോട് എന്താ പറഞ്ഞറിയോ? അതേ, ആരാ നിങ്ങളെ യുദ്ധത്തിന് വിളിച്ചിരിക്കണമെന്ന് വല്ല അറിവുണ്ടോ? അദ്ദേഹം ആരാന്ന വിചാരം? നിവാസവൃക്ഷസാധൂനം ആപന്നാനം പരം ഗതി അർത്ഥാനം സംശ്രയശ്ചൈവ യശസ്സ ശൈവഭാജനം. ഈ ആളാണ് നിങ്ങളെ വിളിച്ചിരിക്കണ യുദ്ധത്തിന്. സൂക്ഷിച്ചു വേണം പോവാൻ. നിങ്ങളുടെ രാജധർമ്മമോ വാനരധർമ്മമോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഒരു സത്യം പറയാണ്, അങ്ങ് സൂക്ഷിക്കണം ആരോടാ കളിക്കണമെന്ന്. നിവാസ വൃക്ഷസാധൂനാം ആപന്നം നാം പരാംഗതി ആർത്താനാം സംശ്രയശ്ചൈവ യശസ്സ ചൈകഭാജനം. സാധുക്കൾക്ക് എന്നും കാമധേനു വൃക്ഷമായിട്ടാണ്, കൽപ്പവൃക്ഷമായിട്ടാണ് ഇരിക്കുന്നത്. അത് ഭഗവാനാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ സാധുക്കൾക്കും കൽപ്പവൃക്ഷമായിരിക്കുന്ന കാമധേനു, കൽപ്പവൃക്ഷമായിരിക്കുന്ന ഭഗവാനാണ്. ആപന്നാനാം പരാംഗതി, ആപത്തിൽപ്പെട്ടവർക്ക് ഗതി ഭഗവാനാണ്. ഏതാപത്തിൽപ്പെട്ടവരും, താപത്രയം അതിൽപ്പെട്ടവർക്കൊക്കെ ഭഗവാനാണ് സദ്ഗതി നൽകുന്നത്. ആർത്താനാം സംശ്രയം ചെയ്വ, ആർത്തന്മാർക്ക്, ഗതിയില്ലാത്തവർക്ക് ആശ്രയം ഭഗവാനാണ്. യശശ്ചൈക ന ഭാജനം, യശസ് അദ്ദേഹത്തിൻ്റെ തറവാട്ട് പുണ്യാണ് എന്ന് പറയുന്നത്. നല്ലോർക്കാരാവസാമരം, നല്ലോർക്ക് ആവാസമരം. ആവാസം മീൻസ് റെസിഡൻസ്. നല്ലോർക്ക് ആവാസമരം ആപന്നർക്കുറ്റരക്ഷകൻ, ആർത്തിപ്പെട്ടോർക്കു ശരണം കീർത്തിക്കോ മുഖ്യഭാജനം. നാരായണന്റെ തർജ്ജമയാണ്, വെള്ളത്തോളിൻ്റെ. ഇത് ബാലിയുടെ ഭാര്യയായ താര മനസ്സിലാക്കി എന്നിട്ട് ചെല്ലുന്ന ശ്ലോകമാണത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അന്ന് ഭാരതത്തിലെ സ്ത്രീകളുടെ ബുദ്ധിവൈഭവത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. താരയാണ് ഇത് പറയണത്, ഒരു വെറും വീട്ടമ്മ. ചിരഞ്ജീവികളുടെ ഒരാളാണ്, താരാ മണ്ഡോദരി ഗ്രൂപ്പിൽ പെട്ടതാ താര. മനസ്സിലായില്ല? പറഞ്ഞൊന്നും ബാലി കേട്ടില്ല, മണ്ഡോദരി പറഞ്ഞ് രാവണനും കേട്ടില്ല. അത് വേറെ കഥ, അത് ചരിത്രം അങ്ങനെ നടക്കട്ടെ. പക്ഷെ പറയാൻ വന്നത് എന്താ വെച്ചാൽ ഭഗവാനെ കുറിച്ച് ഇതാണ് സന്നിവാസനാണ് ഭഗവാൻ. കന്മഷമില്ലാത്തവരെ കാത്തരുളുന്ന കൽപ്പകവൃക്ഷം, കഷ്ടത്തിലകപ്പെട്ടവർക്ക് ആശ്രയസ്ഥാനം. പിന്നെ എന്താ വേണ്ട? അഗതികൾക്ക് രക്ഷകൻ. യശസ്സിൻ്റെ ഇരിപ്പിടം. യശസ്സിൻ്റെ റെസിഡൻസാണ് ഈ റിസൈഡിങ് ഇൻ യശസ്. അതുകൊണ്ടാണ് ആ വാക്കങ്ങനെ ഉപയോഗിക്കാൻ കാരണം. യശശ്ചൈക ഭാജനം, യശസ് ച ഏകഭാജനം. യശസ്സിന് ഒരേ ഒരു ഭാജനമേ ഉള്ളൂ എന്നർത്ഥം. മുഖ്യഭാജനം, കീർത്തിക്കോ മുഖ്യഭാജനം, സകല കീർത്തിയും സമ്പാദിച്ചവൻ. അതേപോലെ നമ്മൾ കൃഷ്ണാവതാരത്തിലും കാണില്ലേ, എത്ര കഥകൾ കണ്ടിട്ടുണ്ട്, എത്ര പുരാണങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേപോലെ അക്രൂരൻ, ഉദ്ധവൻ, കുചേലൻ, പാഞ്ചാലി, ഇനി എത്ര കഥാപാത്രങ്ങൾ വേണം പുരാണങ്ങളിൽ. ഭഗവാൻ എന്താ പറയുക, സന്നിവാസനാണെന്ന് തെളിയിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവരൊക്കെ തെളിയിച്ചു കൊടുത്തിട്ടുള്ളവർ അവരുടെ ജീവിതത്തിലൂടെ. ഭഗവാൻ അല്ലാണ്ട് വേറെ ആരും ആശ്രയമില്ല. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ മഹാപ്രഭോ. ഒരാശ്രയമില്ല വേറെ, ഭഗവാൻ തന്നെ ആശ്രയം. അനാശ്രിതന്മാർക്ക് ആശ്രയം ഭഗവാൻ തന്നെ. പാഞ്ചാലിക്ക് എല്ലാം നോക്കിയില്ലേ, എന്താ പാഞ്ചാലിക്ക് കുറവുണ്ടായിരുന്നേ? ഒന്നുമില്ല. കുചേലനെ രക്ഷിച്ചതാരാ?
അക്രൂരൻ, എന്തായിരുന്നു അവരുടെയൊക്കെ ഭക്തി. ഉദ്ധവൻ, വിതുരര്, എത്ര എത്ര പേര് പറയാം. ഭീഷ്മര്, ഓ അല്ലേ, അതൊക്കെ പുരാണ പുരുഷന്മാർ. പുരാണകഥ വിശ്വസിക്കുന്നത് വിശ്വസിക്കാം, അത് വിശ്വസിക്കേണ്ട, താഴത്തേക്ക് ഇറങ്ങി വന്നോളൂ, ചരിത്രം നോക്കിക്കോളൂ. ഭട്ടതിരിപ്പാട്, നാരായണ ഭട്ടതിരിപ്പാട്, നാരായണീയം നലമോടു തീർത്ത നാരായണൻ ഭട്ടതിരിക്കു തുല്യൻ, നാരായണ ഭട്ടതിരിപ്പാട്. കാക്കശ്ശേരി, ഉദ്ദണ്ണനെ തോൽപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ച കാക്കശ്ശേരി. വില്ലുവങ്ങലം, പൂന്താനം, കുറൂരമ്മ, എത്ര ചരിത്ര പുരുഷന്മാരെ വേണം. പുരാണ പുരുഷങ്ങളെ വിടൂ, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആളുകൾ എത്ര എത്ര ആൾക്കാരൊക്കെയാണ് ഭഗവാൻ ചരിത്ര പ്രധാനമായിട്ട് ആശ്രയമായി നിന്നിട്ടുള്ളത്, ഭഗവാനെ ആശ്രയിച്ച് നിന്നിട്ടുള്ളത്. ഇനി അതൊക്കെ വിടും, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത് എത്ര എത്ര പേരുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തവരൊന്ന് കൈ പൊക്കുമെന്ന് പറഞ്ഞാൽ എത്ര ആൾ കൈ പൊക്കാൻ പറ്റും? പൊങ്ങില്ല കൈ, ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഇതേവരെ എന്തെങ്കിലും ഒരു രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം, ഒരു ഫേവർ കിട്ടാണ്ടിരുന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ എത്ര ആൾക്കാർ കൈ പൊക്കും? ഞാൻ കാണുന്നില്ല നിങ്ങൾ കൈ പൊക്കണത്. പക്ഷെ എനിക്കറിയാം ഒരാളുടെ കൈയും പൊങ്ങില്ല. എത്ര എത്ര ആളുകളുടെ മഹാന്മാരുടെ കഥകൾ, ചരിത്രവും ഒന്നും വേണ്ട, ഈ ഇടയിടയായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എത്ര എത്ര കഥകൾ നമ്മൾ ഗുരുവായൂർ ആത്മത്തിൽ നമ്മൾ കേൾക്കണം. നമുക്ക് അറിവുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്നു, വിശ്വസിക്കാൻ പറ്റുന്ന കഥകൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലായിട്ട് ചോറ്റാനിക്കര ക്ഷേത്രമായാലും ശരി, ഗുരുവായൂർ ക്ഷേത്രമായാലും ശരി, പത്മനാഭസ്വാമി ക്ഷേത്രമായാലും ശരി, മൂകാംബി ക്ഷേത്രമായാലും ശരി, ഭഗവത് സാന്നിധ്യത്തിൽ നിന്ന് കിട്ടുന്ന അനുഭൂതികൾ നമ്മളെപ്പോലെയുള്ള സാധാരണ വേറൊരു മാമാത്മി, വേറും ഒരു വോട്ടർ, ആ സ്റ്റാറ്റസുള്ള നമുക്ക് പോലും എത്ര എത്ര ആശ്രയങ്ങളാണ് ഭഗവാൻ. എവിടേക്കാണ് ഭഗവാൻ നമ്മളെ ആശ്രയിക്കുന്നത്? എവിടേക്കാണ് അദ്ദേഹത്തിൻ്റെ കൈ നമ്മളെ താങ്ങണത്? ആലോചിച്ചു നോക്കൂ. മേൽപോട്ടെടുത്ത് ശ്വാസം കീഴ്പോട്ട് വിടണമെങ്കിൽ ഭഗവാൻ ഓക്കെ എന്ന് പറയണം. അതുപോലെ വിട്ട ശ്വാസം മേപ്പോട്ട് എടുക്കണമെങ്കിലും ഭഗവാൻ ഓൾ റൈറ്റ് എന്ന് പറയണം. അതില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. മനസ്സിലാവുന്നില്ല? അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിൻ്റെ മാലിന്യങ്ങൾ കുറേ തീർന്നു പോവും. മനസ്സിൻ്റെ മാലിന്യങ്ങൾ തീർന്നാൽ മനസ്സ് ശുദ്ധമാവും. ശുദ്ധമായ മനസ്സിന് ധ്യാനിക്കാൻ കഴിവുണ്ടാവും. ധ്യാനിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഉള്ളിൽ നിന്ന് വെളിപാട് വരും. ഭഗവാനെ നമുക്ക് പ്രത്യേകിച്ച് അനുഭവപ്പെടാൻ പറ്റും. കാരണം മാറോലയും ചളിയും മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഭഗവാനെ നോക്കുന്നത്. ആ മെഡിറ്റേഷൻ പ്രോസസ്സിൽ വേറെ ഒന്നുമില്ല, ചിന്തകൾ എല്ലാം ഒരു സാക്ഷിഭാവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് പ്രകാശിക്കുന്ന ആ നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ പ്രകാശിക്കുന്ന ആ വെളിച്ചത്തിൻ്റെ പ്രകാശം, ആ വെളിച്ചം നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന പ്രകാശമേ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുള്ളൂ. എൻ്റെ കണ്ണു കൂടെ പോണതും മൂക്കു കൂടെ വരുന്നതും വായ കൂടെ പോണതും കൈമു കൂടെ വരുന്നതും കാതു കൂടെ കേൾക്കുന്നതും ഇതൊക്കെ നമ്മളിന്ന് അനുഭവിക്കുന്നുള്ളൂ. ആ വെളിച്ചം എന്താ നമ്മൾ കാണുന്നില്ല. ഒരു വലിയ മൺകുടത്തിൻ്റെ ഉള്ളിൽ 9 ദ്വാരങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു നല്ല ചരാത് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തിരിയിൽ നിന്ന് വരുന്ന നാളം ഈ 9 നവദ്വാരങ്ങളിലൂടെയും പുറത്തേക്ക് പ്രകാശിക്കുന്ന ആ പ്രകാശം നമുക്കൊന്ന് കാണുന്നുള്ളൂ. പുറത്തേക്ക് വരുന്ന പ്രകാശം, ഉള്ളിലുള്ള വെളിച്ചം നമുക്ക് അറിയുന്നില്ല. എവിടുന്നോ ഒരു ലൈറ്റ് വരുന്നു മാത്രം. എൻ്റെ കണ്ണിൽ കൂടെയും കാതിൽ കൂടെയും മൂക്കിൽ കൂടെയും നാക്കിൽ കൂടെയൊക്കെ സാമ്പാർ കുടിച്ചാൽ നല്ല സാമ്പാറാന്ന് പറയാനുള്ള കഴിവുണ്ട്. നല്ല പാട്ട് കേട്ടാൽ നല്ല പാട്ടാന്ന് പറയാനുള്ള കഴിവുണ്ട്. ഒരു വസ്തു കണ്ടാൽ അത് കുഴപ്പമാണ്, അല്ലെങ്കിൽ നല്ലതല്ല, അത് ചീത്തയാണ് എന്ന് പറയാനുള്ളൊരു അറിവ്. ഈ അറിവൊക്കെ എനിക്ക് എൻ്റെ നവദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പ്രകാശിക്കുന്നത് ഉള്ളിൽ കത്തി നിൽക്കുന്ന ഒരു ജ്വാലയാണ്.
നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാധികരണ ദ്വാരാ ബഹിസ്പന്ദതേ. ദക്ഷിണാമൂർത്തി സ്തോത്രം. നാനാഛിദ്രഘടോദരസ്ഥിതമഹ, നാനാഛിദ്രങ്ങൾ, കുറേ ഓട്ടകൾ തുളച്ചിട്ട് ഓരോ രോമകൂപങ്ങൾ ഓരോ ഓട്ടയെന്ന് വിചാരിച്ചോളൂ. 9 പറഞ്ഞു എന്നേ ഉള്ളൂ. 9 മെയിൻ ഹോളുകൾ. മറ്റത് ഓരോ രോമകൂപത്തിൻ്റെ ഉള്ളിൽ കൂടെയും ഭഗവാന്റെ ശക്തി നമ്മൾ പ്രകാശിപ്പിച്ച് കാണുന്നില്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് രോമം വളരുക? അപ്പോൾ ഓരോ രോമകൂപവും ഓരോ ഛിദ്രങ്ങളാണ്. അതുകൊണ്ടാണ് ശങ്കരൻ പറഞ്ഞ നാനാഛിദ്രഘടോദര. അങ്ങനെ ഘടമായിരിക്കുന്ന ഘടത്തിൻ്റെ ഉദരത്തിൽ, അതിൻ്റെ ഉള്ളിൽ സ്ഥിതമഹാദീപപ്രഭാഭാസ്വരം, ഒരു മഹാദീപം അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാസ്വരമാണ് ഈ കാണുന്നത്. അതാണ് ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്നത്. ജ്ഞാനം യസ്യതു ചക്ഷുരാധികരണ, കണ്ണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ചക്ഷുരാധികരണ, ആദി ഇത്യാദി എക്സെട്ര, ദ്വാരാ ബഹിസ്പന്ദതേ, പുറത്തേക്ക് തള്ളണു. ഉള്ളിലേക്ക് കാണാനുള്ള കഴിവ് കണ്ണിനില്ല. പരാഞ്ചിഖാനി വ്യസൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മാ. ഉള്ളിലേക്ക് നോക്കാൻ കഴിവില്ല, പുറത്തേക്ക് നോക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് ഈ ജ്ഞാനം, ഉള്ളിൽ നിന്ന് പ്രശോഭിക്കുന്ന ജ്ഞാനം പുറത്തേക്ക് വിടുന്നു. കണ്ണുകൊണ്ട് പുറത്തുള്ള വസ്തുക്കളെ കാണാം, ചെവി കൊണ്ട് പുറത്തുള്ള ശബ്ദങ്ങളെ കേൾക്കാം. ജ്ഞാനം യസ്യതു ചക്ഷുരാധികരണദ്വാര ബഹിസ്പന്ദതേ. ആ പ്രകാശത്തെയാണ് നമ്മൾക്ക് ധ്യാനദൃഷ്ടിയിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ണടച്ചിരിക്കുമ്പോൾ ആ ഉള്ളിൽ കത്തി നിൽക്കുന്ന ചരാത് പ്രകാശവും, ആ പ്രകാശം എങ്ങനെയാണോ നമ്മളുടെ ഉള്ളിൽ തന്നെ, ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് നാനാഛിദ്രമായിട്ടിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കണ്ണുകൂടെയും മൂക്കുകൂടെയും രോമകൂപത്തുകൂടെയൊക്കെ പുറത്തേക്ക് വരുന്നതെന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റി. അതെപ്പോൾ? when the mind is pure. ഡസ്റ്റ്ബിന്നായിട്ടുള്ള മനസ്സിന് അത് പറ്റില്ല. അതുകൊണ്ട് ഡസ്റ്റൊക്കെ നീക്കിക്കളയണം. ഛേദോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നൻ. ചളികളൊക്കെ കളയണം. അതിൻ്റെ ഡസ്റ്റ്ബിൻ ഹാസ് ടു ബി വൈപ്ഡ് ഓഫ്. ചിത്തശോധകം മുക്തിസാധകം. ചിത്തത്തിനെ വയറിളക്കണം, നല്ല ശോധന ഉണ്ടാക്കണം. പർഗേറ്റ് എവറിത്തിങ്. അവണക്കണ്ണി, ഔവ്യത്തിപ്പൊടി, എന്താ വെച്ചാൽ പ്രോസസ്സ് നിങ്ങളുടെ ഇഷ്ടം, എല്ലാം പോട്ടെ, ഇനിമ വെച്ച് പോട്ടെ സകലതും. ഓൾ നെഗറ്റീവ് ടെൻഡൻസീസ് ആൻഡ് ഫോൾസ് വാല്യൂസ് വിത്തിൻ യു, ലെറ്റ് ഇറ്റ് ബി പർജ്ഡ് ഔട്ട് വൺസ് ഫോർ ഓൾ. എന്നിട്ടൊന്ന് ഒരു ദിവസം ഒന്ന് ജീവിക്കാൻ നോക്കൂ. എന്ത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമല്ലേ? അപ്പോൾ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നതും സുഖമായിട്ട് ജീവിക്കുന്നതും എന്താ വ്യത്യാസം എന്ന് അപ്പം നമുക്കറിയാം. ഓക്കെ, ഇതിന് പൈസ ചിലവൊന്നുമില്ല. നോ ടിക്കറ്റ്, നോ എൻട്രി ഫീ. എപ്പോൾ വേണമെങ്കിൽ ശ്രമിക്കാം. ഇന്ന് വേണമെങ്കിൽ ഇന്ന്, നാളെ വേണമെങ്കിൽ നാളെ, നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ. ആരെയും ബോധിപ്പിക്കേണ്ട. നോ അക്കൗണ്ടബിലിറ്റി, ഓൺലി സെൽഫ് അക്കൗണ്ടബിലിറ്റി. എന്ത് രസമല്ലേ സ്പിരിച്വാലിറ്റി. ട്രൈ. അപ്പോൾ നമുക്കിന്ന് അവസാനിപ്പിക്കാം. അടുത്ത നാമങ്ങൾ നാളെ നമുക്ക് നോക്കാം. എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.